So our next chapter is statistical quality control. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ലാർജ് ഗ്രൂപ്പിനെ എടുത്തിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തരെയും ഇൻഡിവിജ്വൽ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിനെ ഓരോ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ ഒരു 80-90% ഒരു ആക്യുറസിയോട് കൂടിയിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിന്റെ ഒരു ആവറേജ് കണ്ടിട്ട് അവരുടെ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിന്റെ ഒക്കെ ആണെങ്കിൽ എങ്ങനെ ഒരു കുട്ടിയുടെ പഠന നിലവാരം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും കൂടി മാർക്ക് എടുത്ത് ആവറേജ് നോക്കിയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഓരോ കുട്ടികളെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാൽക്കുലേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. സോ നമുക്ക് അത് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. So the history, that is SQC, was pioneered by Walter Andrew Stewart at Bell Laboratories in early 1920s. He developed the control chart in 1924 and the concept of a state of statistical control. Statistics, it means the good amount of data to obtain reliable result. Its technique find extensive application in quality control, production, planning and control, business chart, linear programming, etc. Quality already നമ്മൾ പഠിച്ചതാണ്. Control, it is a system for measuring and checking or inspecting a phenomenon. It suggests when to inspect, how often to inspect and how much to inspect. Statistical quality control can be divided into process control and acceptance sampling, and it can be again classified into variables charts, attribute charts, variables and attributes. So categories of SQC is descriptive statistics, acceptance sampling, statistical process control. Descriptive statistics എന്താണെന്ന് നോക്കാം. This statistics is used to describe quality characteristics and relationships. It can be helpful in describing certain characteristics of a product and a process. Measures of central tendency, that is known as mean, and measures of variability, that is standard deviation and range, and measures of the distribution of data. അതായത് നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറെ കാൽക്കുലേഷൻസ് ആവശ്യമുണ്ടാവും. അപ്പോൾ ആ കാൽക്കുലേഷന്റെ ഫോർമുലാസ് ആണ് ആദ്യം പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? മീൻ. ദാറ്റ് ഈസ് ദ അരിത്തമെറ്റിക് ആവറേജ് ഓർ ദ മീൻ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്സ് ദാറ്റ് measure the central tendency of a set of data. To compute the mean, sum of all observation and divide them by the total number of observation. So the mean that is value is x bar is equal to sigma I into 1 raised to n and xi divided by n. That is sigma x എന്ന് പറയുന്നത് ഇവിടെ സിഗ്മ എക്സ് എന്ന് പറയുന്നത് ആ ലാർജ് വാല്യൂസിന്റെ സമ്മും n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഡിവിഷൻസും ആണ്. ഓക്കെ. റേഞ്ച് മീൻസ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും. ഇപ്പൊ നമ്മളൊരു എക്സാം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാർക്ക് 20 മുതൽ 80 വരെ മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ സോ അതാണ് നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു അപ്പർ ലിമിറ്റ് ഡാറ്റയും ഉണ്ടാവും, ലോവർ ലിമിറ്റ് ഡാറ്റയും ഉണ്ടാവും. അപ്പോൾ ആ ഒരു റീജിയനെ നമ്മൾ പറയുന്നതാണ് റേഞ്ച്. And standard deviation എന്ന് പറഞ്ഞാൽ it is a statistical meaning that gives information regarding the amount of data dispersion around the mean. അതായത് മീനും നമ്മുടെ ഡാറ്റാസും തമ്മിലുള്ള ഒരു വേരിയേഷൻ, അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ള വേർഡ് കൊണ്ട് മീൻ ചെയ്യുക. സോ സ്മോൾ വാല്യൂസ് ഓഫ് എഫ് ഡി മീൻസ് ഒബ്സർവേഷൻസ് ആർ ക്ലോസ്ലി ക്ലസ്റ്റേർഡ് അറൌണ്ട് ദ മീൻ, whilst large values means the observation are spread out around the mean. Okay, അപ്പോൾ അത് കാണാനുള്ള ഒരു ഫോർമുലയും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. So distribution of data, it is another tool to measure the quality characteristics of by observing the shape of the distribution of observed data. When the distribution is symmetric, there are the same number of observations below and above the mean. When normal variations present in the data, when disproportionate number of observations are either above or below the mean, the data has a skewed distribution. അതായത് നോർമൽ ബെൽ ഷേപ്പ്ഡ് കർവ് ആണെങ്കിൽ നമുക്ക് ഈക്വൽ ഡിസ്റ്റൻസ് ആണെന്ന് പറയാം. അതായത് എബവ് മീനും ബിലോ മീനും ഈക്വൽ ആയിരിക്കും. പക്ഷെ ചില സമയത്ത് അൺഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും.
ഇനി അക്സെപ്റ്റൻസ് സാമ്പിളിംഗ് ഉണ്ട്. അതായത് നമ്മൾ വാല്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യുന്നതിന് നമുക്കൊരു ക്രൈറ്റീരിയാസ് ഉണ്ടാവും. ആ ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് ആ റെക്കോർഡ് അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ ഡോക്യുമെന്റിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ അതോ റിജക്ട് ചെയ്യണോ എന്ന് നമ്മൾ തീരുമാനിക്കുകയുള്ളൂ. വിത്തിൻ ദ ലിമിറ്റ് ആണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, അതല്ല എബോവ് ലിമിറ്റ് ആണെങ്കിൽ നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. And time of acceptance samplings can be divided into before the process and after the process. So acceptance sampling before process ആണെങ്കിൽ acceptance sampling before the process involves sampling materials reserved from a supplier, such as randomly inspecting the container closure or label or packaging raw materials before conversion to products etc. അതായത് നമ്മൾ പ്രോഡക്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് നമ്മൾ സാമ്പിളിംഗ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് അക്സെപ്റ്റൻസ് സാമ്പിളിംഗ് ബിഫോർ പ്രോസസ്. ഇനി അതല്ല ആഫ്റ്റർ പ്രോസസ് അല്ലെങ്കിൽ ഫോർമുലേഷൻ ചെയ്തതിന് ശേഷമാണെങ്കിൽ സാമ്പിളിംഗ് എന്താണ്, നമുക്ക് പ്രോഡക്റ്റ് കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ പ്രോഡക്റ്റ് കിട്ടിയതിന് ശേഷമായിരിക്കും നമ്മൾ റാൻഡംലി ടെസ്റ്റ് ചെയ്യുന്നത്. So statistical process control, it is a statistical tools involves inspecting a random sample of the output from process and deciding whether the process is producing product with a characteristics that fall within a predetermined range. So വേരിയേഷൻസ് ഉണ്ട്, വേരിയേഷൻസും വരാം, അതായത് സ്റ്റാറ്റിസ്റ്റിക്സിൽ വേരിയേഷൻസ് വരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ വേരിയേഷൻസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ടു, ദാറ്റ് ഇസ് റാൻഡം വേരിയേഷൻസ് ആൻഡ് അസൈനബിൾ വേരിയേഷൻസ്. So random variations പറഞ്ഞാൽ no two products are exactly alike because of slight differences in materials, workers, tools and other factors. These types of differences are completely normal and these are called common or random causes of variation, and common causes of variation are based on random causes that we cannot identify. These types of variations are unavoidable and are due to slight difference in processing. The assignable variations under, that is, these are the variations where the causes can be precisely identified and eliminated. These are called assignable cause of variation. Examples of these types are poor quality in raw materials, an employee who needs more training, a machine in need of repair. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് common causes ഉണ്ട് random causes ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, same പോലെയാണ്. So methods of SQC, that is process control. Under this, quality of the product is controlled while the products are in the process of production, and the process control is secured with the technique of control charts. Control charts also used in the field of advertising, packing etc. They ensure that whether the product conforms to the specified quality standard or not. സോ നമുക്കൊരു കൺട്രോൾ ചാർട്ട് ഉണ്ട്, അതായത് നമ്മുടെ തെറാപ്യൂട്ടിക് ഡ്രഗ് ഡോസിംഗ് ഒക്കെ നിങ്ങൾ പഠിക്കില്ലേ. സോ ആ ഒരു റേഞ്ചിന്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യാണ് ചെയ്യുക. സോ അതിൽ നമ്മൾ വീണ്ടും കുറെ വേരിയബിൾസിനെ പറ്റി പറയുന്നുണ്ട്. മീൻ ചാർട്ട് ഉണ്ടാവും, ആർ ചാർട്ട് ഉണ്ടാവും, പി ചാർട്ട് ഉണ്ടാവും, സി ചാർട്ട് ഉണ്ടാവും. സോ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മീനും നമ്മുടെ റേഞ്ചും തന്നെയാണ്. ആട്രിബ്യൂട്ട് ആയിട്ടാണ് നമ്മൾ പി ചാർട്ടും സി ചാർട്ടും ഉപയോഗിക്കുക. സോ മീൻ കാണാനുള്ള ഇക്വേഷൻസ് നമുക്കറിയാം, ടോട്ടൽ നമ്പർ ഓഫ് ആവറേജസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ട്രയൽസ് ആണ്. സോ റേഞ്ചും നമ്മൾ പറഞ്ഞു ഡീവിയേഷൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ റേഞ്ച് ബിറ്റ്വീൻ ലോവർ ലിമിറ്റ് ആൻഡ് അപ്പർ ലിമിറ്റ് ആയിരിക്കും. ഇനി പി ചാർട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇക്വേഷൻ നമ്മൾ ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കണം. ദാറ്റ് ഇസ് എ കൺട്രോൾ ചാർട്ട് ദാറ്റ് മോണിറ്റേഴ്സ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഡിഫെക്ട്സ് ഇൻ എ സാമ്പിൾ ആണ് പി ചാർട്ട്സ് എന്ന് പറയുന്നത്. So P charts are used to measure the proportion that is defective in a sample, where Z is a standard normal variable, P the sample proportion defective, and sigma P is the standard deviation of the average proportion defective, where N is the sample size. So ഇത് നമ്മുടെ ഒരു ഡിഫക്റ്റ് പ്രൊപ്പോർഷൻ ഓഫ് ഡിഫക്ട്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചാർട്ടാണ് പി ചാർട്ട്. ആൻഡ് ദിസ് ഇക്വേഷൻ ഷുഡ് ബി ബൈ ഹാർട്ടഡ്. And then C chart ഉണ്ട്, that is a control chart is used to monitor the number of defects per unit, that is number of returned meals in a restaurant എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ C chart ആണ് ഉപയോഗിക്കുന്നത്. Next one is sampling plans ഉണ്ട്, that is it refers to a plan of acceptance sampling that precisely specifies the parameters of the sampling process and the acceptance rejection criteria. The variables to be specified include the size of the lot and the size of the sample inspected, the number of defects above which a lot is rejected, the number of samples to be taken. Next one is types of sampling, അതായത് സിംഗിൾ സാമ്പിളിംഗ് ഉണ്ട്, ഡബിൾ സാമ്പിളിംഗ് ഉണ്ട്, മൾട്ടിപ്പിൾ സാമ്പിളിംഗ് ഉണ്ട്. ഇനി സിംഗിൾ സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മീൻസ് ഒരുപാട് ലാർജ് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് പകരം ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സിംഗിൾ സാമ്പിളിംഗ്. ഡബിൾ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ചെയ്തത് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്നതിനെയാണ്. അതുപോലെ
പല ഇതിന്നും മീൻസ് പല ബോഡി പല പ്ലാൻ സോറി ഇനി രണ്ട് മൂന്ന് എക്സാമ്പിൾസ് ക്രൈറ്റീരിയ ആയിട്ട് എക്സിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾ മൾട്ടിപ്പിൾ സാമ്പിളിംഗ് ചെയ്യുന്നത്. അത്രയാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് കൺട്രോൾസിനെ പറ്റി പഠിക്കാനുള്ളത്.